ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. യുവതീ പ്രവേശന സമയത്തെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന് BJPയുടെ നേരത്തെയുള്ള ആവശ്യമായിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് വീണ്ടും ഉന്നയിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ നടന്ന യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ BJP ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് റദ്ദാക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ അന്വേഷണം നടത്താൻ CBIയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം കൂടി ഈ കത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു കത്താണ് സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശന് അയച്ചിരിക്കുന്ന രേഖാമൂലമുള്ള കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശരി ഡാൻ. മലപ്പുറത്ത് കളഞ്ഞു കിട്ടിയ സ്വർണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി. നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ച 10 ലക്ഷം രൂപയുടെ സ്വർണമാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായത്. വർഷങ്ങളായി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ആഭരണങ്ങളാണ് കാണാതായത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കരിപ്പൂർ സാധാരണ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ നിറയുന്നതെങ്കിൽ ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വാർത്തയിൽ നിറയുന്നത് അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. 10 പവനോളം സ്വർണ്ണമാണ് പല കാലയളവിലായി ഇവിടെ സൂക്ഷിക്കാൻ ലഭിച്ചത്, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയതൊക്കെയായി ഉള്ള സ്വർണം 10 പവനോളമാണ് ഇപ്പോൾ ഇവിടെ നിന്നും കാണാതായിട്ടുള്ളത്. 2018 മുതൽ ലഭിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയ സ്വർണ്ണമാണ്, ഉടമസ്ഥരെ കാത്ത് വെച്ചിരുന്ന സ്വർണ്ണമാണ് ഇവിടുന്ന് കാണാതായിട്ടുള്ളത്. 4 പവൻ തൂക്കം വരുന്ന മാല, ഒരു കൈച്ചെയിൻ, ഒരു ചെറിയ മാല, ഒരു ജോഡി കമ്മൽ, ഒരു മോതിരം എന്നിവയാണ് കാണാതായിട്ടുള്ളതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുള്ളത്. ഇതിൽ പോലീസിൻ്റെ തന്നെ ആഭ്യന്തര അന്വേഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ASP SP-ക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. സാധാരണ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO ആണ് ഈ സ്വർണ്ണത്തിൻ്റെയും മറ്റു ഉരുപ്പടികളിലൊക്കെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ രക്ഷാധികാരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന CAയുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സമയത്താണ് ഇത് സ്റ്റേഷനിൽ നിന്ന് കാണാതായിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ടും വരുന്ന ആരോപണം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ കാര്യം. ഇതിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ പങ്കിനെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഉടമസ്ഥരെ കാത്ത് അല്ലെങ്കിൽ ഉടമസ്ഥർക്ക് കൊടുക്കാനുണ്ടായിരുന്ന സ്വർണം, ആരുടേതാണെന്ന് അറിയാത്ത ആ സ്വർണ്ണമാണ് ഇപ്പോൾ ഉടമസ്ഥനായിരുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകേണ്ടിയിരുന്ന പോലീസ് തന്നെ വിറ്റിരിക്കുന്നത് അല്ലെങ്കിൽ മോഷ്ടിച്ചിരിക്കുന്നതെന്ന് വേണം പറയുവാൻ. ഇതിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറെ വൈകാതെ തന്നെ ആ സമയത്ത് സ്റ്റേഷൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.